ഹലോ ഗൈസ്, എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാനൊരു ശർക്കര മൈലാഞ്ചി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഈ ശർക്കര മൈലാഞ്ചി എന്ന് പറയുമ്പോൾ അത് ശർക്കരനോടും പഞ്ചസാരനോടും ഒക്കെ കഴിഞ്ഞാൽ എപ്പോഴും പഞ്ചസാര വെച്ചിട്ട് ഉണ്ടാക്കാറ്. പിന്നെ നഖത്തിൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ ഇതാണ്, ഒക്കെ പോയി ആകേർപ്പായാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് കുറച്ച് ശർക്കര മൈലാഞ്ചി ഉണ്ടാക്കാന്ന്. അപ്പം അതിന് ആവശ്യമുള്ള സാധനങ്ങൾ പഞ്ചസാര, പിന്നെ ചായപ്പൊടി, ഇത് രണ്ടും മാത്രം മതി. പിന്നെ കുറച്ച് മൈദപ്പൊടി വേണം കേട്ടോ. അപ്പോൾ ഇത് രണ്ടും മാത്രം മതി. പക്ഷെ ഞാൻ കുറേ വീഡിയോസൊക്കെ ഇങ്ങനെ യൂട്യൂബിൽ എടുത്ത് നോക്കിയപ്പോൾ അതിലൊക്കെ കണ്ട് ജീരകമൊക്കെ ചേർക്കുന്നുണ്ട്, നല്ല കളർ കിട്ടും എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് നല്ല റിസൾട്ടാണ് തോന്നിയത്. അതുകൊണ്ട് തന്നെയാണോ ഈ കളർ ഇങ്ങനെ ഡാർക്ക് ആയത് എനിക്കറിയില്ല. എന്തായാലും ജീരകം ഉള്ളവരൊക്കെ അതും കൂടി ഒന്ന് ഇട്ട് നോക്കും കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ശർക്കര മൈലാഞ്ചിയാണ് കേട്ടോ. ഈ ഒരു മൈലാഞ്ചി ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാത്രത്തേക്ക് കുറച്ച് പഞ്ചസാര ഇടുക, കുറച്ച് ചായപ്പൊടി ഇട്ട് കൊടുക്കുക. ചായപ്പൊടിയും പഞ്ചസാരയും ഏകദേശം ഈക്വലായിരിക്കണം കേട്ടോ എടുക്കുന്നത്. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നിന്നാലും കുഴപ്പമില്ല, പക്ഷെ ഒരുപാട് ചായപ്പൊടി ആവരുത്, ഒരുപാട് കൂടുതൽ പഞ്ചസാര വരുന്നത്. ഇങ്ങോട്ട് രണ്ടും ഏകദേശം ഈക്വൽ എടുക്കുക. ഇങ്ങോട്ട് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുക. ഇത് ഞാൻ ഒരു വീഡിയോയിൽ കണ്ടപ്പോൾ അതുപോലെ ഇട്ട് നോക്കിയതാട്ടെ, ഞാൻ ഫസ്റ്റ് ടൈം അങ്ങനെ ആക്കണേ. പിന്നെ അത് മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാ ഇതുപോലെ ആവും. ഇങ്ങോട്ട് പഴയ ഒരു പാത്രം എടുക്കുക. ഞാൻ ഇപ്പോൾ ഇത് ഉണ്ടാക്കുന്ന പാത്രമായിട്ട് എടുത്തത്. ഇപ്പോൾ ഇതിനായിട്ട് വെച്ചേക്കാണ് ഈ പാത്രം. അതിൻ്റെ ഉള്ളിൽ വെക്കാൻ വേറൊരു പാത്രം വേണം, അല്ലെങ്കിൽ ഗ്ലാസ് ആയാലും മതി. ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഒരു പാത്രം എടുത്ത്, ഇങ്ങനത്തെ പാത്രം ആകുമ്പോൾ എന്താ വെച്ചാൽ കൂടുതൽ നീര് അതിൻ്റെ ഉള്ളിലേക്ക് കിട്ടും. മറ്റേ ഗ്ലാസ് ആകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വീണല്ലേ കിട്ടുള്ളൂ, കുറേ നീര് വേസ്റ്റ് ആയി പോട്ടോ. എന്നിട്ട് ഈ ഒരു മിക്സ് ഇതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഗ്ലാസ് ആണെങ്കിൽ അതിൻ്റെ ചുറ്റും വരാവുന്ന രൂപത്തിൽ, അതിൻ്റെ അടിയിലൊന്നും കൊണ്ടുപോയാക്കരുത്, നടുക്ക് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് സൈഡിൽ കൂടെ അങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഞാൻ ഇപ്പോൾ നടുവിൽ ഒരു ടൈലിൻ്റെ പീസാട്ടോ വെച്ച് കൊടുക്കണം. അത് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ കൂടുതൽ വെള്ളം കിട്ടും. കാരണം അല്ലെങ്കിൽ ഉറ്റി വീണ നീരാവിയായി വീണ വെള്ളം വറ്റി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അടി കട്ടിയുള്ള പാത്രം വെക്കണം. അപ്പോൾ അടി കട്ടിയില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ടൈലിൻ്റെ പീസ് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ മറ്റേ പാത്രം വെച്ച് കൊടുക്കണം, നേർക്ക് വെക്കണം. എനിക്കിപ്പോൾ ഒരു കുഞ്ഞ് ടൈലിൻ്റെ പീസാണ് കിട്ടിയതുകൊണ്ട് കേട്ടോ. എന്നിട്ട് അത് മൂടി വെച്ച് കൊടുക്കുക. ഇപ്പം അതുകൊണ്ട് മൂടി വെച്ചിന്. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ആയില്ല കേട്ടോ. അതിൻ്റെ മുന്നേ ഇതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഞാൻ ഇപ്പോൾ ഐസും വെള്ളം കുറച്ചുണ്ടായിന്, അപ്പോൾ അതാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഐസിൻ്റെ വെള്ളം ഒഴിച്ചാൽ നല്ല കൂടുതൽ വെള്ളം കിട്ടുന്ന ഓരോ വീഡിയോസിലൊക്കെ കണ്ടാണ്ട് അങ്ങനെ ചെയ്ത് നോക്കുകയാണ്. ഇതും ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് ഇങ്ങനെ ഉപയോഗിക്കണേ. പിന്നെ ഈ ഒരു സാധനം വെയിറ്റിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആവിയൊക്കെ പുറത്ത് പോകും. അപ്പോൾ നമുക്ക് മാക്സിമം ആവി അതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചൊരു വെയിറ്റുള്ള സാധനം, മറ്റേ ഇടിക്കുന്ന സാധനം വെച്ചാണ്ട് അതിൻ്റെ ഉള്ളിൽ വെച്ച് എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച്, പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഇങ്ങനെ മാറ്റി കൊടുക്കണ്ടേന് കേട്ടോ. ഇനി വെള്ളം ഇങ്ങനെ മാറ്റാൻ കഴിയില്ലെങ്കിൽ ഐസ് ക്യൂബ് ഉണ്ടെങ്കിൽ അതിങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഇങ്ങോട്ട് കുറച്ച് 15 മിനിറ്റ് സമയം ലോ ഫ്ലെയിമിൽ അങ്ങനെ വെച്ച്, ഇങ്ങോട്ട് 15 മിനിറ്റ് കഴിഞ്ഞാൽ ഓഫ് ചെയ്ത്, ഇങ്ങോട്ട് അത് തണുത്ത ശേഷം ഞാൻ തുറക്കുകയാണ്. അപ്പോൾ എനിക്ക് കുറേ നല്ല കളറായിട്ടുള്ള വെള്ളം കിട്ടിയിട്ടുണ്ട്. ജീരകം ഇട്ടിട്ടാണോ എന്ന് തോന്നുന്നുണ്ട്, എനിക്ക് കൂടുതൽ നല്ല ഡാർക്ക് കളറായിന്. പിന്നെ കൂടുതൽ ഈ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ കൂടുതൽ വെള്ളവും കിട്ടി. എനിക്ക് തോന്നുന്നത് മുകളിൽ ടൈലിൻ്റെ പീസൊക്കെ വെച്ചിട്ടൊക്കെ ആണെന്ന് തോന്നുന്നുണ്ട്. എന്നിട്ട് ഞാനൊരു ബോട്ടിലാക്കിന്. അപ്പോൾ ഞാനത് 2 പ്രാവശ്യം ഇട്ട് നഖത്തിൽ. അപ്പോൾ റിമൂവ് ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഈ ഒരു കളറാണ് എനിക്ക് കിട്ടിയത് കേട്ടോ.